ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബനാന സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബനാന കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബനാന ആണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നല്ല പഴുത്ത ബനാനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്ത ബനാന എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ബ്രെഡ് സാൻഡ്വിച്ചിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ ബനാനയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ഞാൻ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അത് ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു 3 പിടിയോളം തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കണം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. അപ്പോൾ അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തേക്കണം. നമുക്കപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഫില്ലിംഗ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ബ്രെഡിലേക്ക് ഫില്ലിംഗ് വെച്ച് നിറയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീറ്റ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് ഈ ഫില്ലിങ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ആ ഫില്ലിങ് വെച്ച് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മറ്റേ ബ്രെഡ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്നോളും. നമ്മൾ പഴുത്ത ബനാന ആയതുകൊണ്ട് നല്ല കുഴഞ്ഞ പരുവത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രെഡ് നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നോളും. വിട്ടൊന്നും പോകുമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അതുപോലെ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മൊരിയിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ എല്ലാം മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.